ഒരു 2 ഡേ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ പിന്നീട് ഇട്ട വീഡിയോസിന് ആ ഒരു വ്യൂസ് ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോനെ ഒരു കാറ്റഗറൈസ് ചെയ്യും. മേ ബി ഫോർ കിഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസിനെ സെലക്ട് ചെയ്ത് വെക്കും. അവർക്കത് അൺഹാപ്പി ആക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് മേ ബി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്ത ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ചാനലിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ചാനലിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിലേക്ക് വരികയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചാനൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാനലിന്റെ പേരാണ് ഋതു കോസ്മോസ് എന്നാണ്. സോ ഇത് ഒരു ഫാമിലി വ്ലോഗാണ് കേട്ടോ. ഋതു എന്ന് പറയുന്ന ഐ തിങ്ക് അവിടെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞിന്റെ കുറെ വീഡിയോസും അതുപോലെ തന്നെ അവരുടെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ ഫാമിലി കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആള് ഹെയർ റുട്ടീൻ പിന്നെ ഹെയർ കെയർ റുട്ടീൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. സോ എനിക്ക് തോന്നി ഇറ്റ്സ് ഫണ്ണി. അതുപോലെ തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ചാനൽ തന്നെയാണ്. സോ ആളിട്ട കമന്റ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് തോന്നി ഇന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാനലാണ്. സോ ആൾക്ക് ഇപ്പോൾ 335 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ 336 സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് ഗൈസ്. ഇതാണ് ആളുടെ ചാനൽ. സോ ഞാനിവിടെ കൊടുക്കാം ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ. ചാനൽ ഞാനിവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾ മറക്കില്ല കേട്ടോ, എല്ലാവരും ഈ വീഡിയോക്കും കമന്റ് ചെയ്യണം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്ന എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു വീഡിയോ ആക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ കുറേ പേര് അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. സോ ഇതിലും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം. സോ ഇതിൽ കമന്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ ചലഞ്ച്. നിങ്ങളൊരു ചലഞ്ചായിട്ട് നമുക്ക് കൊണ്ടുപോകാം. കുറെ ആൾക്കാരെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. വേറൊരു കാര്യം നിങ്ങൾ മറക്കരുത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ 10K സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്കൊരു ഗിവ് അവേ ഉണ്ട്. സോ ആ ഗിവ് അവേ ഏതാണെന്നൊക്കെ നമ്മളൊരു 9.5K സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മളെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും തംബ്നെയിൽ കണ്ടു കാണും അല്ലെ, നമ്മുടെ ഫ്രീസ് ആയി പോയിട്ടുള്ള ചാനലിനെ എങ്ങനെ നമുക്ക് അൺഫ്രീസ് ചെയ്യാം. സോ ആ ഒരു കുറച്ച് ട്രിക്സ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഫ്രീസ് ആയി പോയിരുന്നു. സോ ഞാൻ അപ്പോൾ കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി നമ്മൾ ഒരിക്കലും കളയരുത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പോലും നമ്മൾ അത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കേസിലാണെങ്കിൽ ഞങ്ങൾ ഏർലി മോർണിംഗ് 5 മണിക്കായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എവറി ഡേ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ വന്നപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് മടിയൊക്കെ വരുമല്ലോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡും വീഡിയോസ് ഇട്ടില്ല. അപ്പൊ എനിക്ക് മടിയായിരിക്കും, ചിലപ്പോൾ ആൾക്ക് മടിയായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരു 2 ഡേ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ പിന്നീട് ഇട്ട വീഡിയോസിന് ആ ഒരു വ്യൂസ് ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് ചോദിച്ചത്, കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞങ്ങളുടെ ചാനൽ ഫ്രീസ് ആയതിനു ശേഷം ഞങ്ങളപ്പോൾ 5 മണിക്ക് ഇടാൻ തുടങ്ങി. അതുപോലെ തന്നെ നൈറ്റിലും ഈവനിങ് ഒരു 8:45 ആകുമ്പോൾ, അങ്ങനെ 2 ടൈമിൽ നമ്മൾ 2 വീഡിയോസ് വെച്ചിട്ട് തുടങ്ങിയപ്പോഴാണ് പിന്നെയും ആ ഒരു ബാക്ക് ടു നോർമലിലേക്ക് എത്തിയത്. സോ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ആ കൺസിസ്റ്റൻസി ഒരു ദിവസം പോലും നിങ്ങൾ കൺസിസ്റ്റൻസി കളയാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ ചാനൽ റീച്ച് ആവുന്നതിന് മുന്നേ നമ്മൾ ഒരു 7 ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വീഡിയോയ്ക്കൊക്കെ ഒരു 10K അല്ലെങ്കിൽ ഒരു 5K കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ 10K കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ 1 വീക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്ന റീച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത്
70K ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താണ് കുറച്ച് റീച്ച് ഒക്കെ ആയി, ഇനിയിപ്പോ ചാനലിൽ റീച്ച് ആയി, ഇനി അങ്ങ് കയറി പൊക്കോളൂ, അല്ലെ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും വേണ്ട, ഇനി വീക്ക്ലി വൺസ് ഇടാന്ന് നമ്മൾ വിചാരിക്കാം. ആ വീക്ക്ലി നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ വെച്ചിട്ടുവാണ്, ഒരു വീഡിയോയ്ക്ക് ഒരു 10K വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീക്കിൽ നമുക്ക് 70K വ്യൂസ് കിട്ടും. പക്ഷെ നമ്മൾ എന്താണ് ചാനൽ റീച്ച് ആയി ഇനി അങ്ങ് കയറി പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു വീക്ക്ലി 1 വീഡിയോ ഇടുവാണെങ്കിൽ അതിന് 10K കിട്ടുന്നെങ്കിൽ നമ്മുടെ ഈ 60K കിട്ടേണ്ട സമയത്ത് ഈ 70K കിട്ടേണ്ടടുത്ത് നമുക്ക് ഒരു വീക്ക്ലി നമുക്കൊരു 10K മാത്രമേ കിട്ടുള്ളൂ. സോ അത് നമ്മുടെ ചാനലിന്റെ റീച്ചിനെ ഒരുപാട് അഫക്ട് ചെയ്യും. സോ നമ്മുടെ ചാനലിന്റെ വ്യൂ നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ വ്യൂ ഭയങ്കരമായിട്ട് കുറയും. സോ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണെങ്കിൽ നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യുക. ആ ടൈം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ആ ടൈമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണ് കേട്ടോ പറയണേ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നോട്ട് ഫോർ കിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ ആണെങ്കിൽ കിഡ്സ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്യും. സോ അതുപോലെ തന്നെ നോട്ട് ഫോർ കിഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ചാനലിന് എല്ലാത്തിനും വ്യൂസ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് പോത്തേ ഉള്ളായിരുന്നു, പിന്നെ ടാഗ് ആഡ് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോട്ട് ഫോർ കിഡ് അല്ലെങ്കിൽ ഫോർ കിഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. സോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോനെ ഒരു കാറ്റഗറൈസ് ചെയ്യും. മേ ബി ഫോർ കിഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോസിനെ സെലക്ട് ചെയ്ത് വെക്കും. സോ ഇത് കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ ആ വീഡിയോ അപ്പോൾ ചെല്ലത്തുള്ളൂ. സോ നമ്മുടെ നോട്ട് ഫോർ കിഡ് ആയിട്ടുള്ള വീഡിയോസും കിഡ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകും. മോസ്റ്റ്ലി കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒരുപാട് പേർക്ക് യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യൂസ് കുറയാനുള്ള ചാൻസ് അങ്ങനെയും വന്നിരുന്നു. സോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കിഡ്സ് ആ ഒരു സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ കിഡ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കിഡ്സ് റിലേറ്റഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോട്ട് ഫോർ ആണെങ്കിൽ അങ്ങനെ നോട്ട് ഫോർ കിഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. സോ ദ സെക്കൻഡ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കാറ്റഗറി നിങ്ങൾ മസ്റ്റ് ആയിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ മീൻസ് വീഡിയോനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കും. സോ അതുകൊണ്ടാണ് കാറ്റഗറി മസ്റ്റ് ആയിട്ടും കൊടുക്കുക. ഓക്കെ, ദ തേർഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് റിലേറ്റഡ് ഇടുകയാണ്. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു കണ്ടന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ടെക് റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും ഇടുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാ, ഇപ്പോൾ നമ്മുടെ ഫാമിലി വ്ലോഗ്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യലി റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. അങ്ങനത്തെ ചാനലിലുള്ളപ്പോൾ ചാനൽ ഈസ് ഓൾറെഡി ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ ആ കാറ്റഗറി അനുസരിച്ച് ആ കാറ്റഗറി കാണാനുള്ള ആൾക്കാരായിരിക്കും ഓൾറെഡി നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവര് കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നമ്മൾ വേറെ കണ്ടന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂസ് ഭയങ്കരമായിട്ട് കുറയാനായിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സോഷ്യലി ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മുടെ വീഡിയോ, ഇപ്പോൾ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെ ടെക് റിലേറ്റഡ് ചാനലാണ്. സോ നമ്മൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇടുന്നത്. സോ സഡൻലി നമ്മളിപ്പോൾ സോഷ്യലി വേറൊരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടു, അപ്പൊ നമ്മൾ വിചാരിക്കാം ഇപ്പൊ ഇതിന് വ്യൂസ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതങ്ങ് ഇടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്നതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം. നമ്മൾ ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. അപ്പൊ ഞാൻ വിചാരിക്കുക അതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യും, അവര് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം കാണാനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ സഡൻലി നമ്മുടെ കണ്ടന്റ് മാറ്റുമ്പോൾ അവർക്കത് അൺഹാപ്പി ആക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് മേ ബി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്, ആ കണ്ടന്റിൽ ചിലപ്പോൾ വ്യൂ കുറയായിരിക്കാം, കൂടായിരിക്കാം. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിട്ട് ഈ കണ്ടന്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോവുക. ഡിഫറെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യം തൊട്ടേ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഇടുന്ന ഒരു ചാനലാണെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പിലും കാണാൻ വേണ്ടിയിട്ടുള്ള വ്യൂവേഴ്സ് ഉള്ള ചാനലായിരിക്കും. സോ ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങാം. ആൻഡ്
പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു 10K അല്ലെങ്കിൽ ഒരു 20K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചാനലിൽ എന്താണ് ഒരു 1000 വ്യൂസേ ഉള്ളൂ. പക്ഷെ അപ്പോൾ നമ്മൾ എന്താണ് 10K ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ 1000 വ്യൂസ് ആണ് നമ്മുടെ ചാനൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുക ഈ 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ 1000 പേര് മാത്രമാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് കാണാനുള്ള. സോ എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. സോ ആ 1000 പേര് അപ്പൊ അങ്ങനെ അത് മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബർ ആയിട്ട് കരുതാൻ പാടുള്ളൂ. നമ്മൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞു. അടുത്ത എൻ്റെ ചാനലിൽ ഞാൻ ഫേസ് ചെയ്ത വേറൊരു ഇഷ്യൂ ആയിരുന്നു. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സെർച്ചിൽ വരില്ല. അപ്പോൾ അതെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സെർച്ചിൽ വരുന്നത് ആദ്യമൊക്കെ വരുമായിരുന്നു നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പൊ എൻ്റെ ചാനൽ ചഞ്ചൽസ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ വേറെ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ചാനൽസ് ആയിരിക്കും മോളിൽ വരുന്നത്. നമ്മുടെ ചാനൽ ഏറ്റവും താഴെ പോവുകയും നമ്മുടെ ഏതെങ്കിലും ഒരു ഷോർട്സ് മാത്രം മുകളിൽ കിടക്കുകയോ ചെയ്യുന്നുള്ളായിരുന്നു. അപ്പൊ അതെന്താണെന്നുള്ളത് ഭയങ്കരമായിട്ടും അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു ഇതായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ കുറെ അതിനു വേണ്ടിയിട്ടും റിസർച്ച് ചെയ്തു, കുറെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. അതായത് നമ്മൾ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു ക്യാപ്ഷൻ കൊടുക്കും. ആ ക്യാപ്ഷന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിന്റെ പേര് എന്ന് നമ്മൾ ചഞ്ചൽ എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സജഷൻസ് വരും കുറെ ചാനൽസ്. ആ ഒരു സജഷൻസിൽ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. സോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെയും നമ്മുടെ ചാനൽ ഡിസ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെയും നമ്മുടെ ചാനലിനെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുക. ആൻഡ് പിന്നെ നമ്മൾ ടാഗ് ഉണ്ടല്ലോ, നമ്മുടെ മോർ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ താഴേക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മോർ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനകത്ത് ടാഗിലും വേണമെങ്കിൽ ജസ്റ്റ് ചഞ്ചൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് എന്താണോ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസിന് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വീഡിയോസ് സെർച്ചിൽ ഫസ്റ്റ് വരുന്നുണ്ട്. സോ അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. എൻ്റെ വീഡിയോസിനെ ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിനെ ഞാൻ ടാഗ് ചെയ്യുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സെർച്ചിൽ വരുന്നില്ലായിരുന്നു. സോ നിങ്ങൾ അത് നിങ്ങളുടെ സെർച്ചിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ പിന്നെ സെർച്ചിൽ വരാൻ വേണ്ടി തുടങ്ങും. സോ അതായിരുന്നു എൻ്റെ ചാനൽ ഫേസ് ചെയ്ത നെക്സ്റ്റ് ഒരു ഇഷ്യൂ. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫ്രീസ് ആയിട്ടുള്ള ചാനലിനെ എങ്ങനെ നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിന് വേണ്ടി ഞാൻ ഒരു 3 ട്രിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോവുക. നിങ്ങൾ ഇടുന്ന ടൈമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇട്ട് പോവുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടന്റ് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ എന്ത് കണ്ടന്റിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ കണ്ടന്റ് തന്നെ നിങ്ങൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോനെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവയ്ക്കും. സോ അത് നിങ്ങളുടെ വീഡിയോന്റെ വ്യൂവിനെ അഫക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. സോ അത് ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ടാഗ് അതൊക്കെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. സോ ടാഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT പോയിട്ട് ഇതാണ് ഞങ്ങളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് നിങ്ങൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് ടാഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ടോപ്പിക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരുന്നില്ലേ എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങളുടെ ചാനലിന്റെ നെയിം നിങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കുക. സോ ഇതൊക്കെ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കൂ. 100% ഷുവർ ആണ് എൻ്റെ ചാനൽ ഫ്രീസ് ആയിട്ടിരുന്നതാണ്. സോ ഇപ്പോഴാണ് എൻ്റെ ചാനലിനെ ഞാൻ ഒന്ന് അൺഫ്രീസ് ആക്കിക്കൊണ്ട് വരുന്നത്. അത് ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ work for you. So അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.